ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു ഒരു കഥ സിലിട്ടുമാസ്. മൈ ഡിയർ സ്വത്തുക്കുട്ടികളെ, ഇന്നൊരു മികച്ച മിസ്റ്ററി ക്രൈം ത്രില്ലറാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇതൊരു ചൈനീസ് മൂവിയാണ്. എന്താണെന്നറിയില്ല, കുറച്ച് നാളായിട്ട് നല്ല സിനിമകളാണ് നമ്മുടെ കയ്യിൽ കിട്ടുന്നത്. മുന്നെയൊക്കെ കിട്ടുന്ന പടങ്ങൾ കൊള്ളില്ലെങ്കിലും കഥയൊക്കെ മാറ്റി പറഞ്ഞ് പറ്റിച്ച് ഒരു 10-15 ഇങ്ങനെ മുന്നോട്ട് പോകുമായിരുന്നു. ചിലപ്പോൾ നിങ്ങൾ കണ്ടുപിടിക്കും, ചിലപ്പോൾ നല്ല കഥയാണ്, നല്ല മനുഷ്യനാണെന്നും പറഞ്ഞ് സ്നേഹിക്കുകയും ചെയ്യും. എന്തായാലും ഇപ്പം അങ്ങനെയല്ല, നല്ല പടങ്ങളാണ് കിട്ടുന്നത്. അതിലും ഈ ക്രൈം ത്രില്ലർ വളരെ പ്രത്യേകതയുള്ളതാണ്. പ്രതീക്ഷിക്കാത്ത ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ആയിരിക്കും ആദ്യം മുതലേ തുടങ്ങുന്നത്. 2023 റിലീസ് ചെയ്ത ലോസ്റ്റ് ഇൻ ദ സ്റ്റാർസ് എന്ന ചൈനീസ് മിസ്റ്ററി ത്രില്ലറാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. എന്നാൽ പിന്നെ സിനിമയുടെ കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന നമ്മുടെ കൂട്ടുകാരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. നമുക്കിപ്പോൾ ഈ കഥയിലേക്ക് കിടക്കാം. ഈ സിനിമയുടെ തുടക്കത്തിൽ ഒരു മനുഷ്യൻ പോലീസ് സ്റ്റേഷനിലേക്ക് ഓടി വന്ന്, സാറേ, എൻ്റെ ഭാര്യയെ കാണാനില്ല, 15 ദിവസമായി അവൾ പോയിട്ട്. ഞാനിത് പലരോടും പറഞ്ഞു, എന്നിട്ടും ആരും ആക്ഷൻ എടുക്കുന്നില്ല. സാർ, ദയവേത് എന്നെ സഹായിക്കണം, അവൾക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടാവുമോ എന്നെനിക്ക് ഭയമുണ്ട്. ഇത് കേൾക്കുമ്പോൾ ചീഫ് പോലീസുകാരൻ പറയും, നീ ഇവിടെ ഹണിമൂണിന് വന്നതല്ലേ, നിന്നെ ഇഷ്ടപ്പെടാത്തതുകൊണ്ട് നിന്റെ ഭാര്യ ഓടിപ്പോയിട്ടുണ്ടാവും. ഞങ്ങളൊക്കെ ഇത് എത്ര കാണുന്ന, പോയിട്ട് പിന്നെ വായോ, കിട്ടുകയാണെങ്കിൽ അറിയിക്കാം എന്ന് പറയാണ്. ഉടനെ ഇയാൾ ദേഷ്യപ്പെട്ട് ആ പോലീസുകാരനെ തെറി വിളിച്ചിട്ട്, എടാ നാറി വൃത്തികെട്ടവനെ, നിങ്ങൾ ആർക്കെങ്കിലും ഒരു ഉത്തരവാദിത്വം ഉണ്ടോ? ഒരു മനുഷ്യനെ കാണാനില്ല എന്ന് പറഞ്ഞിട്ട് കേൾക്കുന്നുണ്ടോ? മനസാക്ഷി ഉണ്ടോടാന്നും പറഞ്ഞ് ചീത്ത പറയുക. എന്നാൽ ഹീറോ തെറി പറഞ്ഞതുകൊണ്ട് ആ ചീഫ് പോലീസുകാരൻ PC പോലീസിനെ വെച്ച് ഹീറോയെ സ്റ്റേഷനിൽ നിന്ന് അടിച്ച് പുറത്താക്കുന്നു. നമ്മുടെയൊക്കെ നാട്ടിൽ നടക്കുന്ന പോലെ തന്നെ. പരാതി കൊടുക്കാൻ പോയാലും ഭയങ്കര സ്നേഹമായിരിക്കും പോലീസ് പുന്നാരമക്കൊക്കെ. എന്തായാലും ഇത് കഴിഞ്ഞ് ഹീറോ വിഷമിച്ചൊരു ഭാഗത്തിരിക്കുമ്പം ഏതോ ഒരു നല്ല പോലീസ് അടുത്ത് വന്നിട്ട്, സാർ, നിങ്ങൾ ഓക്കെ ആണോ, എന്താണ് പറ്റിയത് എന്ന് ചോദിക്കാം. ഈ പോലീസുകാരനൊരു ചൈനീസാണ്. അതുകൊണ്ട് തന്നെ സ്വന്തം നാട്ടുകാരനായ ഹീറോയെ സഹായിക്കാൻ പുള്ളിക്കാരൻ തയ്യാറാവും. ഹീറോ ഇപ്പോഴുള്ളത് ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായ ഐലൻഡിലാണ്. അവിടെ നിന്നാണ് ഭാര്യയെ കാണാതായിരിക്കുന്നത്. ഹീറോ തന്റെ അനുഭവം പറയുന്നു. 15 ദിവസമായി ഭാര്യ മിസ്സിംഗ് ആണ്. പെറ്റീഷൻ കൊടുത്തിട്ട് പോലീസ് എടുക്കുന്ന പോലുമില്ല. ഇത് കേൾക്കുമ്പം ആ നല്ല പോലീസുകാരൻ പറയും, സാർ, ഇവിടെ നിങ്ങൾ വിചാരിക്കുന്ന അത്രയും സ്റ്റാഫുകളില്ല, കുറവാണ്. മാത്രമല്ല ഇത് ടൂറിസ്റ്റ് പീക്ക് ടൈമാണ്, ഒരുപാട് ക്രൈമുകൾ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സോളിഡ് എവിഡൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾ ആ കേസ് അന്വേഷിക്കുകയുള്ളൂ. എവിഡൻസ് ഇല്ലാത്തത് കൊണ്ടാണ് നിങ്ങളുടെ മിസ്സിംഗ് കേസ് എടുക്കാത്തത്. അത് കേൾക്കുമ്പോൾ ഹീറോ പറയാണ്, ഒരാളെ കാണാതായി എന്ന് പറയുന്നതിനെക്കാട്ടിലും വേറെ എന്ത് എവിഡൻസ് ആണ് നിങ്ങൾക്ക് വേണ്ടത്? എനിക്കറിയില്ല നിങ്ങൾ ചോദിക്കുന്ന എവിഡൻസ് എന്താണെന്ന്. ഞാൻ എന്താണ് നിങ്ങൾക്ക് തരേണ്ടത്? മാത്രമല്ല എൻ്റെ വിസ ഇനിയും 5 ദിവസത്തിൽ അവസാനിക്കും. ഭാര്യയ്ക്ക് എന്താ പറ്റിയെന്നറിയാതെ ഞാൻ എങ്ങനെയാണ് തിരിച്ചു പോവുക? ഇതെല്ലാം കേട്ട പോലീസുകാരൻ, സാർ വിഷമിക്കണ്ട, ഇന്നിവിടെ തിരക്കായതുകൊണ്ട് എനിക്ക് നിങ്ങളെ സഹായിക്കാൻ പറ്റില്ല. നിങ്ങൾ വീട്ടിൽ പോയിക്കോളൂ. നാളെ നിങ്ങളുടെ പെറ്റീഷൻ എന്താണെന്ന് ഞാൻ വിശദമായിട്ട് പരിശോധിക്കാം. എന്റെ നമ്പർ നോട്ട് ചെയ്തോളൂ എന്നും പറഞ്ഞ് ആ പോലീസുകാരൻ നമ്പർ കൊടുക്കുന്നു. ഇതും വാങ്ങിച്ച് ഹീറോ തിരിച്ച് ഹോട്ടൽ മുറിയിലേക്ക് വരികയാണ്. വളരെ ഭംഗിയുള്ള ഒരു കുഞ്ഞ് ഐലൻഡ്, നമ്മുടെയൊക്കെ ലക്ഷദ്വീപ് ആൻഡ് മാൽദീവ്സ് അല്ലേ, അതുപോലെ. എന്തായാലും ഹീറോ തിരിച്ചു വന്ന് ഭാര്യയെ കാണാത്ത വിഷമത്തിൽ കുറേ മദ്യപിച്ച് കിടന്നുറങ്ങും. പിറ്റേന്ന് രാവിലെ എഴുന്നേൽക്കുമ്പോൾ അടുത്താരോ കിടക്കുന്നതായിട്ട് തോന്നുന്നുണ്ട്. നോക്കുമ്പോൾ അടുത്തൊരു സ്ത്രീ കിടക്കുന്നു, ചുവന്ന തുണിയിട്ടിട്ട്. ഇയാൾ ഞെട്ടി എഴുന്നേക്കും. ആ പെണ്ണിനെയും തട്ടി വിളിച്ചിട്ട്, നീ ആരാ, എന്താ ഇവിടെ ചെയ്യുന്നേ, നീ എങ്ങനെ ഇവിടെ എത്തി എന്ന് ചോദിക്കുകയാണ്. ഉടനെ ആ പെണ്ണ് തിരിച്ച് ഹീറോയോട്, ഹെഫേ, എന്താ നിങ്ങൾക്ക് പറ്റിയത്? എന്തെങ്കിലും സ്വപ്നം കണ്ടോ? എന്നെ എന്തിനാ ശല്യം ചെയ്യണേ എന്ന് ചോദിക്കുക. അത് കേൾക്കുമ്പോൾ ഹീറോയ്ക്ക് അതിശയായി. എന്നെ എങ്ങനെ ഈ പെണ്ണിനെ അറിയാം? നിങ്ങൾക്ക് എന്നെ അറിയാമോ? നിങ്ങൾ എന്തുകൊണ്ടാണ് എൻ്റെ മുറിയിലേക്ക് വന്ന്? അപ്പോൾ ആ ലേഡി, ശരിയാണ്, തെറ്റെൻ്റെ തന്നെയാണ്, ഞാൻ പറയാതെ പോകാൻ പാടില്ലായിരുന്നു. പക്ഷെ നിങ്ങൾ എന്നെ മിസ് ചെയ്യോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ മാറിയെന്ന്. നിങ്ങളെ കുറച്ച് പേടിപ്പിക്കണമെന്നും കൂടെ വിചാരിച്ചു. ഇതും പറഞ്ഞ ആ പെണ്ണ് കെട്ടിപ്പിടിക്കാൻ നോക്കുന്നു. ഹീറോ കുടഞ്ഞു മാറി, എനിക്ക് മനസ്സിലാവുന്നില്ല, നീ എന്താ പറയണേന്ന് മനസ്സിലാവുന്നില്ല, താൻ ആരാണ്? ഞാൻ നിങ്ങളെ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. അപ്പം ആ ലേഡി, ഞാൻ ആരാണെന്ന് നിങ്ങൾക്ക് അറിയില്ലേ, ഇങ്ങോട്ട് നോക്കുന്നും പറഞ്ഞ് അവളുടെ ഫോണിൽ ഇവര് രണ്ടുപേരും ഒരുമിച്ചുള്ള ഫോട്ടോ കാണിച്ചു കൊടുക്കും, ഭാര്യ ഭർത്താവിനെ പോലെ. എന്നാൽ ഹീറോ അത് സമ്മതിക്കില്ല. നീ എൻ്റെ ഭാര്യ അല്ലാന്നും പറഞ്ഞിട്ട് അവനുടനെ ആ നമ്പർ കൊടുത്ത പോലീസുകാരനില്ലേ, പുള്ളിക്കാരനെ വിളിച്ചു വരുത്തുന്നു. എന്നിട്ട് ഇതെന്റെ ഭാര്യ അല്ല എന്ന് പറയുകയാണ്. ഉടനെ പോലീസുകാരൻ ഈ ഭാര്യയോട് നിങ്ങളുടെ പാസ്പോർട്ട് കാണിക്കാൻ പറയും. ചെക്ക് ചെയ്യുമ്പോൾ ഒറിജിനൽ പാസ്പോർട്ടാ, പേരും വിവരങ്ങളും എല്ലാം കറക്റ്റ് ആയിട്ടുണ്ട്, ഭാര്യയുടെ അതേ പേര് തന്നെയാണ്. പിന്നെ മെയ് 7-നാണ് ഇവർ ആ ദ്വീപിലേക്ക് കടന്നു പോയിട്ടുള്ളത്. ആ എൻ്റർ ആയ സീല് വരെ ഈ പാസ്പോർട്ടിനകത്തുണ്ടാവും. ഇതെല്ലാം ശരിയായിട്ട് നിങ്ങൾ എങ്ങനെയാ സംശയിക്കുന്നത്? ഞാൻ ആരെ വിശ്വസിക്കേണ്ടത് എന്ന് ചോദിക്കുകയാണ് പോലീസുകാരൻ. അത് കഴിഞ്ഞ് നിങ്ങൾ ഈ 15 ദിവസം എവിടെ പോയിരിക്കുകയായിരുന്നു എന്നൂടെ പോലീസുകാരൻ ഹീറോയിനോട് ചോദിക്കും. അവള് പറയാണ്, ഞാൻ മൂസാൻ ഐലൻഡിലേക്ക് പോയിരുന്നു. ഇങ്ങേരെ എന്നെ അന്വേഷിച്ച് കണ്ടുപിടിക്കും എന്നാണ് വിചാരിച്ചത്. എന്നെ എത്രത്തോളം മിസ് ചെയ്യുന്നുണ്ട് എന്നറിയാൻ വേണ്ടിയിട്ട് ഞാനൊരു ടെസ്റ്റ് നടത്തിയതാ. പുള്ളിയെ പേടിപ്പിക്കണമെന്നും വിചാരിച്ചു. എന്നാൽ അവസാനം വരെ പുള്ളി എന്നെ കണ്ടുപിടിച്ചില്ല. അതുകൊണ്ട് ഞാൻ തന്നെ തിരിച്ചു വരികയാണ് ചെയ്തത്. ഇത് കേൾക്കുമ്പോൾ ഹീറോ പറയാണ്, ഇവളെന്റെ ഭാര്യ അല്ല, എന്റെ ഭാര്യയ്ക്ക് സോഷ്യലായിട്ട് ഇടപഴകുന്ന ഇഷ്ടമല്ല, പേടിയാണ്. അതുകൊണ്ട് അവൾ പുറത്തു പോലും പോകാറില്ല.
പിന്നെ എങ്ങനെ ഈ സ്ത്രീ പറയുന്നത് ശരിയാവും? ഉടനെ പോലീസുകാരൻ ഇവരല്ല ഭാര്യ എന്ന് തെളിയിക്കാൻ നിങ്ങളെ കയ്യിൽ എന്തെങ്കിലും എവിഡൻസ് ഉണ്ടോ എന്ന് ചോദിക്കുക. അപ്പൊ ഹീറോ ഞാൻ ഇവളുടെ വായിൽ നിന്ന് എന്നത് പറയിപ്പിക്കാന്ന് പറഞ്ഞിട്ട് ഇവരെപ്പോഴാണ് കല്യാണം കഴിച്ചത്, എവിടെ വെച്ചാണ് കണ്ടുമുട്ടിയത് എന്നൊക്കെയുള്ള വിവരങ്ങൾ ചോദിക്കുക. അതെല്ലാം കൃത്യമായിട്ട് അവൾ പറയുന്നുണ്ട്. വളരെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ പോലും ആ ലേഡി പറയുന്നുണ്ട്. ഇതെല്ലാം കേട്ട് കഴിയുമ്പോൾ പോലീസുകാരൻ സോറി മാഡം, ഇയാൾക്കെന്തോ വെള്ളം അടിച്ചതിന്റെ കിറുക്കാൻ തോന്നുന്നുണ്ട്, നിങ്ങളെ ബുദ്ധിമുട്ടിച്ചതിൽ ക്ഷമിക്കണം, ഞങ്ങൾ പോകുന്നു എന്നും പറഞ്ഞിട്ട് പാസ്പോർട്ട് തിരികെ കൊടുത്തിട്ട് പോകാൻ നിൽക്കുക. എന്നാൽ ഹീറോ വിടാതെ പുറകെ ചെന്ന് ആ പെണ്ണ് നുണ പറയുന്നതാണ്. അവൾക്ക് മറ്റെന്തോ ലക്ഷ്യമുണ്ട്. എന്റെ പ്രൈവറ്റ് ഇൻഫർമേഷൻസ് എല്ലാം ഓൺലൈനിൽ നിന്ന് ചിലപ്പോൾ അടിച്ചു മാറ്റി പറയുന്നതാണെങ്കിലോ നിങ്ങൾ കാര്യമായിട്ടൊന്ന് പരിശോധിക്കണം. അപ്പോൾ ആ പോലീസുകാരൻ നിങ്ങളുടെ പ്രൈവറ്റ് മാറ്ററിനെ പറ്റി പോലും ആ ലേഡി സംസാരിച്ചു. അതൊക്കെ റോഡിൽ പോകുന്നവർക്ക് എങ്ങനെ അറിയാനാണ്? നിങ്ങൾ ഇനിയും മനുഷ്യനെ വട്ടാക്കരുത്. പോലീസുകാരൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പം ഹീറോ ഓടിച്ചെന്ന് അവിടുത്തെ ഹോട്ടൽ സ്റ്റാഫിനെ വിളിച്ചുകൊണ്ട് വരും. ഈ സ്റ്റാഫ് എന്റെ ഭാര്യയെ കണ്ടിട്ടുണ്ട്, ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ ഇവര് പറയും ഇതെന്റെ ഭാര്യയാണോ അല്ലയോ എന്നുള്ളത് ചൂണ്ടിക്കാണിച്ചിട്ട് ഹീറോ ചോദിക്കുക. എന്നാൽ ആ ലേഡി പറയും ഇവര് തന്നെയാണ് ഭാര്യ, ഇവരൊരുമിച്ച് നടക്കുന്നത് പലതവണ ഞാൻ കണ്ടിട്ടുണ്ട്, എനിക്കതിൽ സംശയമൊന്നുമില്ല എന്നാണ് ലേഡി പറയുക. അത് കേൾക്കുമ്പോൾ ഹീറോ നിങ്ങൾക്കെല്ലാം ഭ്രാന്താണ്, എന്നിട്ട് എന്നെ പൊട്ടനാക്കാൻ ശ്രമിക്കുന്നു. എനിക്കെങ്ങനെ എന്റെ സ്വന്തം ഭാര്യ അറിയാതിരിക്കും? എന്റെ ഫോണിൽ അവളുടെ ഫോട്ടോസ് ഉണ്ട്, ഞാനിപ്പോൾ കാണിച്ചു തരാം. ഞങ്ങളുടെ കപ്പിൾ ഫോട്ടോസ് ഉണ്ടെന്നും പറഞ്ഞ് ഹീറോ ഫോൺ എടുത്ത് അവരുടെ ഫോട്ടോസ് എല്ലാം സ്വൈപ്പ് ചെയ്ത് നോക്കും. അപ്പൊ എല്ലാ ഫോട്ടോയിലും ഈ സ്ത്രീ തന്നെയാണുള്ളത്, ആ മുന്നേ നിൽക്കുന്ന സ്ത്രീ തന്നെയാണുള്ളത്. ഹീറോ പറയുന്നത് പോലെ വേറെ ഒരു പെണ്ണിന്റെ ഫോട്ടോ അല്ല അവിടെ ഉള്ളത്. അവൻ എന്നിട്ട് ആ ലേഡിയോട് ചോദിക്കുകയാണ് നീ എങ്ങനെയാണിത് ചെയ്തത്, നിനക്ക് എന്താണ് വേണ്ടത്, സത്യം പറയടി, നീ എന്തിനാണ് എന്നെ പറ്റിക്കുന്നതെന്ന് ചോദിച്ച് ദേഷ്യപ്പെട്ട് ആ പെണ്ണിന്റെ കൈയിൽ കയറി പിടിക്കുന്നു. അപ്പൊ ആ പെണ്ണ് ഞാൻ തന്നെയാണ് മുസി, നിങ്ങൾക്ക് എന്താണ് പറ്റിയത് ഹെഫേ, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്, നിങ്ങളെ ബേബിയാണ് ഞാൻ, എന്നെ കണ്ടിട്ട് മനസ്സിലാവുന്നില്ലേ? അത് കേൾക്കുമ്പോൾ ഹീറോ എന്റെ ബേബിയാണോ നീ? എന്റെ ബേബിയാണെങ്കിൽ നിന്റെ തുടയിൽ ഒരു പൊള്ളിയ പാടുണ്ടാവും, അതുണ്ടോ നോക്കട്ടെ എന്നും പറഞ്ഞ് ഈ പെണ്ണിനെ വലിച്ച് സോഫയിലിട്ട് എല്ലാവരുടെ മുന്നിലും വെച്ച് കാലിലെ തുണി കീറി ചെക്ക് ചെയ്യുക. അപ്പൊ ഹീറോ പറയുന്ന ആ പൊള്ളിയ പാട് ഇവരുടെ ശരീരത്തും ഉണ്ടാവും. അവനാകെ കണ്ണു തള്ളിയ ഷോക്കിലാവുക. അപ്പൊ ലേഡി മോന്തയ്ക്കൊരു പൊട്ടീരും കൊടുത്തിട്ട് കരഞ്ഞോണ്ട് ഉള്ളിലേക്ക് ഓടിപ്പോവും. അത് കഴിയുമ്പോൾ പോലീസുകാരൻ നിങ്ങളെ ഭാര്യ എന്തായാലും ഇനി നിങ്ങളെ കൂടെ കഴിയണ്ട, അവർ മറ്റൊരു ഹോട്ടലിൽ താമസിച്ചോട്ടെ, ഇപ്പം നിങ്ങൾ ഭാര്യയോട് കാണിച്ച ക്രൂരത ഇനിയും കാണിക്കുകയാണെങ്കിൽ എനിക്ക് നിങ്ങളെ അറസ്റ്റ് ചെയ്യേണ്ടി വരും, മേലി ഇമാരി തോന്നിയ ദിവസം കാണിച്ചുകൂടാ, തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് പറഞ്ഞു തീർക്കാണ് നല്ലത്, എന്നിട്ട് ഈ നാട് വിട്ട് പോയിക്കോളൂന്നും പറഞ്ഞ് പോലീസുകാരൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോവും. ഇത് കഴിയുമ്പോൾ ഹീറോ ഓടി വന്ന് അവരെ ഡയറി എല്ലാം പരിശോധിച്ച് ഇവനും ഭാര്യയും ഈ നാട്ടിലേക്ക് വന്നപ്പം കുറച്ചധികം ടൂറിസ്റ്റ് പ്ലേസുകളിലേക്കൊക്കെ പോയിരുന്നു. അപ്പൊ അവിടെ ചില സ്ഥലങ്ങളിൽ ഇവർ ഫോട്ടോ എടുത്തിട്ടുണ്ട്, പല കടകളിലേക്കും പോയിട്ടുണ്ട്. ഈ കടകളിലേക്കും ഫോട്ടോ സ്ഥലങ്ങളിലേക്കൊക്കെ ഹീറോ പോയി നോക്കുക. അതിലെ ഫോട്ടോ സെന്റർ വിൽക്കാൻ വേണ്ടിയിട്ടിരിക്കുകയാണ്. പഴയ ഫോട്ടോകളൊന്നും അവരുടെ കയ്യിലില്ല. പിന്നെ ബീച്ചിലും തെരുവിലും ഒക്കെ അവിടെയുള്ളവരോട് ചെന്ന് സംസാരിക്കുമ്പം അവർക്കൊന്നും ഓർമ്മയില്ല എന്ന് പറയും. ഇത് കഴിഞ്ഞ് ഹീറോ നാട്ടിലുള്ള ഏതോ കൂട്ടുകാരനെ വിളിച്ച് ഞാനിവിടെ ഒരു കുഴപ്പത്തിൽ പെട്ടിരിക്കുക, നീ ഞാനും മുസിയുള്ള ഏതെങ്കിലും ഫോട്ടോ നിന്റെ കയ്യിലുണ്ടെങ്കിൽ എനിക്കൊന്ന് അയക്കാൻ പറ്റുമോ, അവളെ കാണാതായിരിക്കുകയാണ്, ഒരു പെറ്റീഷൻ കൊടുക്കാനുണ്ടെന്ന് പറയും. അപ്പൊ ആ സംസാരിക്കുന്ന കൂട്ടുകാരൻ ഈ മുസിക്ക് വേറെ കൂട്ടുകാരികളോ കുടുംബക്കാരോ ഒന്നും ഇല്ലെന്ന് ചോദിക്കുക. അതിന് ഹീറോ പറയും അവൾ 1 വർഷം മുന്നെയാണ് ചൈനയ്ക്ക് വന്നത്, അവൾക്ക് ചൈനയിൽ ബന്ധുക്കളൊന്നുമില്ല, ഒരേ ഒരു കൂട്ടുകാരി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അവളുമായിട്ട് എനിക്ക് ബന്ധമൊന്നുമില്ല, എന്തായാലും ഞാൻ അവളോടും കൂടെ ചോദിച്ചു നോക്കട്ടെ എന്നും പറഞ്ഞിട്ട് ഹീറോയുടെ ഭാര്യയുടെ കൂട്ടുകാരിയില്ലേ ഏതോ ഒരു കൂട്ടുകാരി, അവൾക്ക് മെസ്സേജ് അയക്കാൻ നോക്കുകയാണ്. പക്ഷെ പോകുന്നില്ല. ആ കൂട്ടുകാരിയുടെ മുഖം പോലും രൂപം പോലും ഹീറോയ്ക്ക് അറിയില്ല. അവളുടെ നെഞ്ചത്തൊരു ടാറ്റു ഉണ്ട്, അതാണ് DP-യിൽ വെച്ചിരിക്കുന്നത്. ഇതെല്ലാം ഹീറോ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് 2 പിള്ളേരെ അടികൂടി ഹീറോയുടെ പുറത്തേക്ക് വന്ന് വീഴും. നോക്കുമ്പം ഹീറോയുടെ പേഴ്സ് ആ പിള്ളേരെ അടിച്ചു മാറ്റി ഓടിയിരിക്കുകയാണ്. ഇവനും പുറകെ ഓടിച്ചെല്ലുന്നു. അവസാനം ഒരു ഇടുങ്ങിയ സ്ഥലത്തെത്തുമ്പം അവിടെയുള്ള ഒരു മോട്ടോർ ബൈക്കുകാരി നിങ്ങൾ അങ്ങോട്ട് പോകല്ലേ, അതൊരു ഡേഞ്ചർ പ്ലേസ് ആണെന്ന് പറയും. സംഭവം ഈ കുട്ടികളെ വിട്ട് പോക്കറ്റ് അടിപ്പിക്കുന്നത് അവിടുത്തെ കള്ളന്മാരുടെ ഒരു സംഘമാണ്, അവന്മാരാണത് ചെയ്തിരിക്കുന്നത്. എങ്ങാനും തിരിച്ചു വേണമെന്ന് പറഞ്ഞ് ചോദിച്ചു പോയാൽ നല്ല പെട കിട്ടും. പക്ഷേ ഹീറോയെ സഹായിക്കാൻ വന്നിരിക്കുന്ന ഈ ബൈക്കർ ലേഡി അവൾ ഓൾറെഡി അവിടുത്തെ തഗ്ഗാൻ തോന്നുന്നുണ്ട്. അവളുടെ ആറ്റിറ്റ്യൂഡ് കാണുമ്പം ഈ കള്ളന്മാരുടെ തലവൻ ആ ചെറുക്കൻ്റെ പേഴ്സ് തിരിച്ചു കൊടുത്തേക്കെന്ന് പറയും. സോ അവർ പേഴ്സ് തിരിച്ചു കൊടുക്കുന്നു. ഈ പേഴ്സിൽ നിന്ന് ഒരു ബില്ല് താഴെ പോകുമ്പം അതെടുക്കാൻ വേണ്ടി ഹീറോ കുനിയാൻ നേരത്തെ എന്തോ ചെയ്യുമെന്ന് പറയില്ലേ, അതുപോലെ കുനിയാൻ നേരം ആ പെണ്ണ് അവളുടെ ബൈക്ക് എടുത്തുകൊണ്ട് അവിടെ നിന്ന് പോയി കളഞ്ഞു. ഇത് കഴിയുമ്പം ഹീറോ ഭാര്യ പുസ്തകങ്ങൾ വാങ്ങിച്ച ഒരു ബില്ലായിരുന്നു അവന്റെ പേഴ്സിലുണ്ടായിരുന്നത്. അതിൽ കടയുടെ പേരും വിവരങ്ങളൊക്കെ ഉണ്ട്. ആ കടയിലേക്ക് ചെല്ലുകയാണ്. ഈ കടകളിൽ CCTV ഉണ്ടാവുമല്ലോ, അതിൽ ഹീറോയും ഭാര്യയും ആ കടയിലേക്ക് ചെന്ന ഫൂട്ടേജസ് ഉണ്ടാവും. അതിൽ നോക്കിയാൽ മനസ്സിലാകും യഥാർത്ഥ ഭാര്യ ആരാണെന്ന്. സോ ഹീറോ ആ കടയിൽ ചെന്നിട്ട് അവിടുത്തെ ചേച്ചിയോട് ചോദിക്കുകയാണ്, എനിക്ക് ഇന്നേ ദിവസത്തെ ഫൂട്ടേജ് ഒന്ന് കാണിച്ചു തരുമോ, എൻ്റെ ഭാര്യയെ കാണാനില്ല, അവളെ തേടി കണ്ടുപിടിക്കാനാണെന്ന് പറയുക. ഉടനെ മോളിൽ നിന്നൊരു ശബ്ദം കേൾക്കാം, ഡാർലിംഗ് നിങ്ങൾ എന്താ ഇവിടെയെന്ന്. അതായത് ഇപ്പൊ ഭാര്യയാണെന്ന് പറയുന്ന ആ ലേഡി പെണ്ണ് ഇതേ സമയത്ത് ആ കടയിലുണ്ട്. നിങ്ങൾ രണ്ടുപേരും വഴക്കിട്ടിട്ടാണോ ഇങ്ങോട്ട് വന്നേ എന്ന് ചോദിക്കുകയാണ് കടക്കാരി. അപ്പൊ ഹീറോ ഞങ്ങളെ കാര്യം വിട്ടേക്കോ, എനിക്ക് ആ ഫൂട്ടേജ് കാണാൻ പറ്റുമോ, അതിനെന്ത്
എന്ത് പ്രോട്ടോക്കോളാണ് ഉള്ളതെന്ന് കടക്കാരിയോട് ചോദിക്കുകയാണ്. അതിനവർ പോലീസുകാർ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ അത് കാണാൻ പറ്റുള്ളൂ. അയാൾ വന്നിട്ട് ഈ CCTV ഫുട്ടേജ് അവർ ചെക്ക് ചെയ്യുന്നു. അതിൽ ഹീറോയുടെ ഭാര്യ വരുന്നുണ്ട്, ഒറിജിനൽ ഭാര്യ. അന്ന് ധരിച്ചിരുന്ന അതേ വസ്ത്രം ഒന്ന് സൂം ചെയ്ത് കാണിക്കാൻ പറയുമ്പം ആ മുഖവും ഇപ്പൊ കൂടെയുള്ള ഭാര്യയുടെ മുഖവും രണ്ടും ഒന്ന് തന്നെയാ, മാറ്റമൊന്നുമില്ല. പോലീസുകാരൻ ഇത് കണ്ടിട്ട് ദേഷ്യം വരും. താനെന്താ ആളെ കളിയാക്കാൻ വിളിച്ചു വരുത്തിയതാ? ഉടനെ ഹീറോ ആകെ ബേജാറായിട്ട് അവന്റെ കയ്യിലുള്ള മരുന്ന് എന്തോ എടുത്ത് കഴിക്കാൻ നോക്കുക. അതിന് ഭാര്യ പോലത്തെ പെണ്ണ് അത് കഴിക്കരുത്, നിങ്ങൾ ഈ അവസ്ഥയിൽ കഴിക്കരുത്, കൂടുതൽ മോശമാവുള്ളൂ എന്നും പറഞ്ഞ് ആ മരുന്ന് തട്ടിപ്പറിക്കാൻ നോക്കുന്നു. അപ്പൊ പോലീസുകാരൻ ചാടി വീണ് ഇതെന്ത് മരുന്നാണ്, ഇതെന്തിനാണ് കഴിക്കണേന്ന് ഭാര്യയോട് ചോദിക്കുകയാണ്. പറഞ്ഞില്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ അറസ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ ഭാര്യ പറയും ഹീറോയ്ക്ക് ഒരു ന്യൂറോളജിക്കൽ കണ്ടീഷനുണ്ട്. പുള്ളിക്കാരന് ഡീപ്പ് ഡൈവിംഗ് ചെയ്യുന്നതാണ് ജോലി. വെള്ളത്തിനടിയിൽ കൂടെ ഡൈവ് ചെയ്തു പോകുന്ന ജോലിയാണ് പുള്ളിയുടെ. അങ്ങനെ ഒരുപാട് കാലം ചെയ്തപ്പം തലയിലെ ഞരമ്പിലൊക്കെ എന്തോ ഒരു കുഴപ്പം പറ്റിയിട്ട് ഒരു പ്രത്യേക കണ്ടീഷനായി പുള്ളിക്ക്. മുഖത്തെ പേശിയൊക്കെ വലിയാൻ തുടങ്ങും. അതുകൊണ്ട് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തതാണ് ഈ മെഡിസിൻ. പക്ഷെ ഇതിന് സൈഡ് എഫക്ട്സ് ഉണ്ട്. ഇത് കഴിച്ചു കഴിഞ്ഞ ആള് പല കാര്യങ്ങളും മറന്നു പോകുന്നു, ആങ്സൈറ്റി വരുന്നു, രാത്രിയിൽ ഡിലൂഷനിലാവാറുണ്ട്. എന്തൊക്കെയോ സ്വന്തമായി ചിന്തിച്ചു കൂട്ടിയിട്ട് അത് സത്യമാണെന്ന് വിചാരിക്കും. ഒരു ദിവസം എന്റെ കഴുത്തി വരെ പിടിച്ച് അമർത്താൻ ശ്രമിച്ചിരുന്നു. ബോധം വന്നപ്പോഴാണ് വിട്ടത്. ആൾ അറിഞ്ഞുകൊണ്ടല്ല ഇതൊക്കെ ചെയ്യുന്നത്. ആളൊരു പാവാണെന്ന് ഭാര്യ പറയാ. എന്നാൽ ഇതൊക്കെ കേട്ട ഹീറോ അവൾ കള്ളം പറയാണ്, പച്ച കള്ളം പറയാണ്. വിശ്വസിക്കരുത്, ഈ പെണ്ണെന്തൊക്കെയോ പ്ലാൻ ചെയ്തിട്ട് വന്നിരിക്കുകയാണ്, ദയവ് ചെയ്ത് എന്നെ രക്ഷപ്പെടുത്തണം. പോലീസുകാരാ, ഇവളെന്തൊക്കെയോ കൽപ്പിച്ചു കൂട്ടിയിട്ടുണ്ട്, അവള് പറയുന്ന പോലത്തെ മെഡിസിൻ അല്ല അത്. അപ്പൊ പോലീസ് നിന്റെ സ്വന്തം ഭാര്യ നിന്നെ രക്ഷപ്പെടുത്താനാ നോക്കുന്നത്, എന്നിട്ടും നീ അവളെ കുറ്റപ്പെടുത്തുന്നു. ഇനി മേലി ഈ തോന്നിയാസം പറഞ്ഞ് എന്നെ വിളിച്ചു പോകരുത്. താൻ ഒരു മിസ്സിംഗ് കേസ് കൊടുത്തില്ലേ, അത് ഒഫീഷ്യലി ഞങ്ങൾ റിജക്ട് ചെയ്തിരിക്കുക. അടങ്ങി ഒതുങ്ങിയിരുന്നോ, വിസ കഴിയുമ്പോഴേക്കും ഈ നാട് വിട്ട് പോകാൻ നോക്കിക്കോ എന്നും പറഞ്ഞ് ആ പോലീസുകാരനെ ഇറങ്ങിപ്പോവും. ഇത് കഴിയുമ്പോൾ ഹീറോ നേരെ ഒരു ബാറിലേക്ക് വന്ന് ഇതിനെന്താ പ്രതിവിധി കാണാമെന്നും പറഞ്ഞ് വെള്ളം അടിച്ചോണ്ടിരിക്കുക. അപ്പോഴായിരിക്കും TV-യിൽ നേരത്തെ കണ്ട പെണ്ണ്, ആ ബൈക്കർ ലേഡി എന്തോ ന്യൂസ് കൊടുക്കുന്നത് കാണാം. ഈ ലേഡി ആരാണെന്ന് അവിടുത്തെ ബാർ ടെൻഡറോട് ഹീറോ ചോദിക്കും. അപ്പം അയാൾ പറയും ആ ലേഡി ഇവിടുത്തെ വലിയൊരു വക്കീലാണ്, ഒരു കേസ് പോലും തോറ്റിട്ടില്ല, എവിഡൻസ് ഇല്ലാത്ത കേസിന് വരെ എവിഡൻസ് ഉണ്ടാക്കി ആ കേസ് തെളിയിക്കുന്ന ഒരു ഷാർപ്പായിട്ടുള്ള വക്കീലാണ്. അവർ ഈ ബാറിലേക്ക് വരാറുണ്ട്. ഇവിടുത്തെ ഗെയിംസ് ഒക്കെ കളിച്ച് എന്തെങ്കിലും ഡ്രിങ്ക്സ് കുടിച്ചിട്ടാണ് പോവുക. കുറച്ചു നേരം കാത്തിരുന്ന അവർ വരുമെന്ന് പറഞ്ഞിട്ട് ഇവർ വെയിറ്റ് ചെയ്യുന്നു. കുറച്ച് കഴിയുമ്പം നമ്മുടെ വക്കീൽ ചേച്ചി അങ്ങോട്ട് വരുന്നുണ്ട്. അവർ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഹീറോ ഒരു ഡ്രിങ്ക്സുമായിട്ട് അവരുടെ അടുത്തേക്ക് പോകും. എന്നിട്ട് എന്നെ നിങ്ങളൊന്ന് സഹായിക്കണം, എൻ്റെ കൂട്ടുകാരനൊരു കുഴപ്പമുണ്ട്, അവൻ്റെ ഭാര്യയെ കാണാതായി. എന്നാൽ കുറച്ച് ദിവസം കഴിഞ്ഞ് ഭാര്യയാണെന്ന് പറഞ്ഞ് മറ്റൊരു പെണ്ണ് കയറി വന്ന് അവനെ പറ്റിക്കാൻ ശ്രമിക്കുന്നു. പോലീസ് പോലും അവളെയാണ് വിശ്വസിക്കുന്നത്. ഇപ്പൊ ആ കൂട്ടുകാരന് പ്രാന്താണെന്ന് അവൾ വരുത്തി തീർക്കാൻ ശ്രമിക്കുകയാണ്. ഇതിൽ കാര്യമായ കുഴപ്പം എന്തൊക്കെയുണ്ട്, നിങ്ങൾക്കൊന്ന് സഹായിക്കാൻ പറ്റുമെന്ന് ചോദിക്കുക. ഹീറോയ്ക്കാണ് ഈ പ്രശ്നം എന്ന് പറയുന്നില്ല, ഏതോ കൂട്ടുകാരനാണെന്ന് പറഞ്ഞു വെക്കുകയാണ്. അപ്പോൾ വക്കീൽ ചേച്ചി ചോദിക്കും ഈ കൂട്ടുകാരന് കല്യാണം കഴിഞ്ഞിട്ട് എത്ര കാലമായെന്ന്. 1 വർഷമായിത്രേ. അപ്പോൾ വക്കീൽ പറയാണ് ഒരു കാര്യം ചെയ്യൂ, കൂട്ടുകാരനെ ഈ നാട് വിട്ടു പോകാൻ പറയും, അതാണ് അങ്ങേർക്ക് നല്ലത്. കാരണം ഈ നാട് വളരെ മോശമാണ്. ഒരാളെ കാണാതായാൽ പിന്നെ എന്തവസ്ഥയിലാണ് തിരിച്ചു കിട്ടുകയെന്നറിയില്ല. അന്വേഷിച്ച് പോയവർക്കും അതേ അവസ്ഥയായിരിക്കും കിട്ടുക. പണ്ടിവിടെ ഇതേപോലൊരു കപ്പിൾ വന്നിരുന്നു. ഒരു തുണിക്കടയിലെ ഡ്രസ്സിംഗ് റൂമിൽ വെച്ച് അയാൾക്ക് അയാളുടെ ഭാര്യയെ നഷ്ടപ്പെട്ടു. പോലീസിനത് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞ് വേറൊരു രാജ്യത്ത് ഈ ഭർത്താവ് ചെന്ന സമയത്ത് അവിടെ ഭാര്യയുടെ നാക്കൊക്കെ വെട്ടി ഒരു മാജിക് ഉപകരണമായിട്ട് അവർ നിർത്തിയിരിക്കുകയായിരുന്നു. നിങ്ങളുടെ കൂട്ടുകാരനും അങ്ങനെ എന്തെങ്കിലും സംഭവിക്കും, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് തടി തപ്പി പൊയ്ക്കോന്നും പറഞ്ഞ് ഉപദേശം കൊടുക്കുകയാണ് വക്കീൽ ചേച്ചി. എന്നാൽ ഹീറോ വിടാതെ പുറകെ ചെന്ന് മാഡം എൻ്റെ കൂട്ടുകാരനെ സഹായിക്കണം, അങ്ങനെ ഭാര്യ വിട്ടു പോകാൻ അവനെ കൊണ്ട് കഴിയില്ല. ഈ നാട്ടിലെ റൂൾസൊക്കെ നിങ്ങൾക്ക് അറിയാലോ, നിങ്ങളൊരു അഡ്വക്കേറ്റാണ്, ദയവ് ചെയ്ത് അവൻ്റെ കഥയെങ്കിലും കേൾക്കാൻ ശ്രമിക്കൂ. അപ്പോൾ വക്കീൽ പറയാണ് എന്നെ വിശ്വസിക്കാത്ത ക്ലയൻറ്റുകളെ ഞാനും വിശ്വസിക്കില്ല, ആദ്യം നിങ്ങളെ കൂട്ടുകാരനെ എന്നെ വിശ്വസിക്കാൻ പറയൂ. ഇതും പറഞ്ഞ് വക്കീൽ പോകും. സോ അവർക്ക് മനസ്സിലായി ഹീറോയ്ക്കാണ് കുഴപ്പമെന്ന്. ഹീറോ അത് തുറന്നു പറഞ്ഞില്ലല്ലോ. ഇനി 3 ദിവസത്തിൽ ഹീറോയുടെ വിസ തീരാൻ പോവാണ്. പിറ്റേന്ന് കാലത്ത് തന്നെ ഹീറോ ആ വക്കീലിനെ വീണ്ടും കാണാൻ ചെല്ലും. അവർ ഹീറോനെ കാണാൻ ആദ്യം കൂട്ടാക്കുന്നില്ല. അപ്പോൾ ഹീറോ ഓടിച്ചെന്നിട്ട് എൻ്റെ കൂട്ടുകാരനല്ല ഈ കുഴപ്പം, എനിക്ക് തന്നെയാണ്, ദയവേത് സഹായിക്കണം, എൻ്റെ വിസ തീരാനായി. ആ പെണ്ണ് ആരാ എന്താന്ന് പോലും എനിക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. അവൾ എന്തൊക്കെയോ കണക്ക് കൂട്ടിയിട്ടാണ് എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. ഇപ്പം അവളല്ല പ്രശ്നം, എനിക്ക് എൻ്റെ ഭാര്യയെ നഷ്ടപ്പെട്ടു. അവൾക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടാവുമോ? ഓരോ ദിവസം വൈകും തോറും എനിക്ക് കൂടുതൽ പേടിയാവുന്നു. ഇതെല്ലാം കേട്ട് കഴിഞ്ഞ് ആ വക്കീൽ പറയാണ് നിങ്ങളെ പറ്റിക്കാൻ ശ്രമിക്കുന്നത് ഒരുപക്ഷെ ഒരു സ്ത്രീ ആയിരിക്കില്ല, ഒരു ടീമായിരിക്കും. എനിക്കതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കേണ്ടതുണ്ട്. ആദ്യം നിങ്ങളുടെ ഭാര്യയെ പറ്റി പറയൂ. മുസി എങ്ങനത്തെ ക്യാരക്ടറാണ്? ഹീറോ പറയും അവൾ ജെന്റിലാണ്, പാവാണ്, ഇൻട്രോവേർട്ടാണെന്ന്, അവൾക്ക് പെയിന്റ് ചെയ്യുന്നൊക്കെ ഇഷ്ടമാണ്. നിങ്ങൾ എങ്ങനെയാണ് കണ്ടുമുട്ടിയത്? അത് കേൾക്കുമ്പോൾ ഹീറോ ഈ കേസുമായിട്ട് ഞങ്ങളുടെ ഇടപഴക്കത്തിന് ബന്ധമില്ലല്ലോ, പിന്നെ എന്തിനാണ് അത് ചോദിക്കുന്നത്? അപ്പോൾ വക്കീൽ പറയാണ് കാണാതായത് നിങ്ങളെ ഭാര്യയാണ്, അവരാണ് ഇതിൻ്റെ കീ, അവരെ പറ്റി എനിക്കെല്ലാം അറിയണം. അപ്പോൾ ഹീറോ തൻ്റെ ഫ്ലാഷ് ബാക്ക് പറഞ്ഞു തുടങ്ങാണ്. ഹീറോ ഒരു ഡൈവിംഗ് ഇൻസ്ട്രക്ടർ ആയിരുന്നു. കുട്ടികളെയും മുതിർന്നവരെയും നീന്തൽ പഠിപ്പിക്കുക, അതിലും ആഴത്തിലുള്ള നീന്തൽ പഠിപ്പിക്കുക. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പെണ്ണ് വെള്ളത്തിനകത്ത് പെട്ടുപോയി. ശ്വാസം കിട്ടാതെ കുടുങ്ങിപ്പോയ പെണ്ണിനെ ഹീറോ മുകളിലേക്ക് പിടിച്ചുകൊണ്ടുവന്നു.
ആ പെണ്ണിന് ട്രെയിനിങ് കൊടുത്തുകൊണ്ടിരുന്നത് ഹീറോയുടെ കൂടെ ജോലി ചെയ്യുന്ന മറ്റൊരു ചെറുക്കനാണ്. അവൻ മൂത്രമൊഴിക്കാൻ അങ്ങോട്ട് പോയപ്പം പെണ്ണ് കുടുങ്ങിപ്പോയതാ. ഹീറോ അയാൾ ഒരുപാട് ചീത്ത പറയും. അത് കഴിഞ്ഞിട്ട് ഈ പെൺകുട്ടിയെ ആശ്വസിപ്പിക്കാൻ നോക്കുമ്പോഴാണ് അവരുടെ മുഖം കാണുന്നത്. ആ ആദ്യ നോട്ടത്തിൽ തന്നെ ഹീറോയ്ക്ക് ആ പെൺകുട്ടിയെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. പിന്നീട് ചെന്ന് വെള്ളത്തിനടിയിൽ കുടുങ്ങുകയാണെങ്കിൽ എനിക്ക് ശ്വാസം മുട്ടുന്നു, എന്നെ മുകളിലേക്ക് കൊണ്ടുപോകൂ, എയർ ലീക്കായിട്ടുണ്ട് എന്നൊക്കെ എങ്ങനെയാണ് വെള്ളത്തിനടി വെച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ള സിഗ്നൽസ് ഒക്കെ പറഞ്ഞു കൊടുക്കും. ആ പെൺകുട്ടിക്കും ഹീറോയെ ഇഷ്ടപ്പെടുന്നുണ്ട്. ഹീറോയുടെ ടീഷർട്ടിലെ നക്ഷത്രത്തിന്റെ പടം കാണുമ്പോൾ നക്ഷത്രങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമാണോ എന്ന് അവർ ചോദിക്കുക. ഈ സ്റ്റാറി നൈറ്റ് ആണ് അവളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പെയിന്റിങ്, എനിക്കത് ഒരുപാട് ഇഷ്ടമാണെന്ന് ആ പെൺകുട്ടി പറയും. അപ്പൊ ഹീറോ, ഒരു ദിവസം നിങ്ങളെ ഞാൻ സ്റ്റാറി സ്കൈ കാണിക്കാൻ കൊണ്ടുപോകാം, വെള്ളത്തിനടി വെച്ചത് കാണുമ്പോൾ അതിമനോഹരമായിരിക്കും, എന്നെങ്കിലും സമയം കിട്ടുമ്പോൾ ഞാൻ കൊണ്ടുപോയി കാണിക്കാമെന്ന് പറഞ്ഞിട്ട് ഹീറോ അവിടുന്ന് പോകുന്നു. അത് കഴിഞ്ഞ് ഒരുപാട് ദിവസം ഹീറോ ആ പെൺകുട്ടിക്ക് തുടരെ മെസ്സേജ് അയച്ചുകൊണ്ടിരുന്നു, അവളുടെ സുഹൃത്താവാൻ വേണ്ടിയിട്ട്. എന്നാൽ ആദ്യകാലത്തൊന്നും ആ പെണ്ണ് റീപ്ലൈ കൊടുത്തിട്ടില്ല. ഒരു മാസം തുടർച്ചയായി അവളെ ഫോളോ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഏതോ ഒരു ദിവസം അവൾ ഈ ഹീറോയുടെ വരച്ച പടം ഹീറോയ്ക്ക് അയച്ചു കൊടുക്കുന്നത്. അവൾക്കും ഹീറോയെ ഇഷ്ടമായിരുന്നു, എന്നാൽ കുറച്ചുനാൾ കാത്തിരുന്നാണ് ആ ഇഷ്ടം അക്സെപ്റ്റ് ചെയ്യുന്നത്. ഇത് കഴിഞ്ഞ് ഇവർ ഡേറ്റിങ്ങിനൊക്കെ പോകാൻ തുടങ്ങി. ഏതോ ഒരു പെയിന്റിംഗ് പ്രോഗ്രാമിന് പോകണമെന്നൊക്കെ ഭാര്യ കൂട്ടുകാരിയായിരുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ട്. ഹീറോ അതിന് കൊണ്ടുപോകാന്നൊക്കെ വാക്ക് കൊടുത്തിട്ടുണ്ടാവും. ആ സമയത്താണ് ഈ ഭാര്യയുടെ കൂട്ടുകാരി, നേരത്തെ പറഞ്ഞില്ലേ മൻമൻ എന്ന ആ ഒറ്റ കൂട്ടുകാരി, അവൾ മെസ്സേജ് അയക്കുന്നു. ഭാര്യയുടെ ബെസ്റ്റ് ഫ്രണ്ടാണ്, അവരൊരു നാടകക്കാരിയാണ്. എന്നാൽ ഹീറോ ആ കൂട്ടുകാരിയെ കണ്ടിട്ടില്ല. വേറൊരു രാജ്യത്തായിരുന്നു ആ കൂട്ടുകാരി താമസിച്ചിരുന്നു. ഈ കൂട്ടുകാരിക്ക് ഹീറോയെ ഇഷ്ടമല്ലായിരുന്നു. എന്നാൽ ഭാര്യ പലതും പറഞ്ഞ് കൂട്ടുകാരെ കൺവിൻസ് ചെയ്തിട്ടാണ് ഇവർ തമ്മിൽ ഡേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. എനിക്ക് ഹീറോയെ പൂർണ്ണമായിട്ട് വിശ്വാസമുണ്ട്, അവൻ എന്നെ നന്നായിട്ട് നോക്കൂന്നറിയാം, ഞാൻ നിന്റെ അത്രയും ഹെഫയെ വിശ്വസിക്കുന്നു എന്ന് ഭാര്യ അവളുടെ വാ കൊണ്ട് പറയുന്നത് ഹീറോ കേട്ടിരുന്നു. ഹീറോ കാശില്ലാത്ത വീട്ടിലെ പയ്യനായതുകൊണ്ടാണ് ആ കൂട്ടുകാരിക്ക് ഇഷ്ടമല്ലാതിരുന്നത്. ഈ കൂട്ടുകാരിയുമായിട്ട് നിങ്ങൾക്ക് ബന്ധമുണ്ടോ എന്ന് വക്കീൽ ചോദിക്കുമ്പം ആ കൂട്ടുകാരിയെ ഭാര്യയെ കാണാതായപ്പം ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു, എന്നാൽ അവരെന്നെ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്, വിളിക്കാൻ പറ്റിയിട്ടില്ല. ഈ കൂട്ടുകാരി മന്മനെ പറ്റി മറ്റെന്തെങ്കിലും വിവരം നിങ്ങൾക്ക് അറിയുമെന്ന് ചോദിക്കുമ്പം ഹീറോ, ആ പെണ്ണിന്റെ നെഞ്ചത്തൊരു ടാറ്റു ഉണ്ട്, അത് മാത്രമേ എനിക്ക് അറിയുള്ളൂ, അത് മുസിയുടെ പേരാണ്, അതായത് ഹീറോയുടെ ഭാര്യയുടെ പേരാണ് അവൾ ടാറ്റു ചെയ്തിരിക്കുന്നത്, ഇത് മാത്രമേ ഹീറോയ്ക്ക് അറിയൂ. പിന്നെ പഴയ ഏതൊരു ഫോട്ടോ ഉണ്ട്, പക്ഷെ അതിൽ ക്ലിയർ ആയിട്ട് ഫേസ് കണ്ടിട്ടില്ല. ഇനി ഫ്ലാഷ് ബാക്കിലേക്ക് പോയാൽ ഒരു ദിവസം ഹീറോയും ഭാര്യയും അവർ കൂട്ടുകാരിയായിരുന്ന സമയത്ത് പുറത്തുപോയ നേരം പെട്ടെന്നൊരു ആക്സിഡന്റ് സംഭവിക്കുക. പ്രതീക്ഷിക്കാതെ സംഭവിച്ചാണത്. അതിൽ ആ പെണ്ണ് ഒരുപാട് പേടിച്ചു. അവൾക്ക് ഒരു ആപത്തും ഇനി വരുത്താൻ ഞാൻ സമ്മതിക്കില്ല, ഞാൻ എപ്പോഴും നിന്റെ കൂടെ ഉണ്ടാവും, ഒരിക്കൽ പോലും നിന്നെ വിട്ട് പിരിയില്ല എന്ന് പറഞ്ഞിട്ട് അന്നാണ് അവർ കല്യാണം കഴിക്കാൻ തീരുമാനിക്കുന്നത്. ഇത് കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ അവർ കല്യാണം രജിസ്റ്റർ മാരേജ് ചെയ്യുന്നു. പിന്നീട് ഒരു വർഷം വളരെ സന്തോഷമായിട്ട് അവർ ചൈനയിൽ ജീവിച്ചിരുന്നു. ആനിവേഴ്സറിക്കാണ് ഈ ദ്വീപിലേക്ക് വന്നത്. നിങ്ങളുടെ കയ്യിൽ പഴയ ഒരു ഫോട്ടോസും ഇല്ലെന്ന് ചോദിക്കുമ്പം ഹീറോ പറയും, എല്ലാ ഫോട്ടോസിലും ആ പുതിയ പെണ്ണ്, ഭാര്യയായിട്ട് അഭിനയിക്കുന്ന പെണ്ണ്, അവളുടെ ഫോട്ടോ വെച്ച് മാറ്റം ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് പഴയ ഭാര്യയുടെ ഫോട്ടോ ഇപ്പൊ കാണിക്കാൻ പറ്റുന്നില്ല. ഇതെല്ലാം കേട്ട് കഴിഞ്ഞ് വക്കീൽ ലേഡി, ഞാൻ നിങ്ങളെ സഹായിക്കാം, പക്ഷേ നിങ്ങൾ പൂർണ്ണമായിട്ട് എന്നെ വിശ്വസിക്കണം. 2, എൻ്റെ അടുത്ത് നിന്ന് ഒന്നും ഒളിക്കാൻ പാടില്ല, എല്ലാ കാര്യങ്ങളും തുറന്നു പറയണമെന്ന് പറയും. അതിന് ഹീറോയും സമ്മതമൂളും. ഇത് കഴിഞ്ഞ് അവർ ആദ്യം ഇവർ ട്രിപ്പിന് വന്ന സമയത്ത് ഒരു സ്റ്റുഡിയോയിലേക്ക് പോയില്ലേ ഫോട്ടോ എടുക്കാൻ, ആ സ്റ്റുഡിയോയിലേക്ക് ചെല്ലും. അതാണെങ്കിൽ സെയിൽസിന് വെച്ചിരിക്കുകയാണ് ആ ഷോപ്പ് തന്നെ. അതുകൊണ്ട് പുള്ളിക്കാരൻ സംസാരിക്കാൻ തയ്യാറാവില്ല. ഇവർ ആ കട വാങ്ങുന്ന പോലെ സംസാരിച്ച് അവിടുത്തെ കമ്പ്യൂട്ടറിന് എന്താ പറ്റിയിരിക്കണമെന്ന് നോക്കും. മഴ പെയ്തപ്പോൾ എന്തോ കമ്പ്യൂട്ടർ കേടായി, അതിന്റെ ഹാർഡ് ഡിസ്ക് ഒരു സർവീസുകാരൻ കൊണ്ടുപോയി എന്നാണ് ആ സ്റ്റുഡിയോയിലെ ആള് പറയുന്നത്. എന്നാൽ ലക്ഷണം കണ്ടിട്ട് ഇവരെ കട ആരോ പൊട്ടിച്ച് അകത്ത് കയറാൻ ശ്രമിച്ചതുപോലെയുണ്ട്. എന്തായാലും ഈ ഹാർഡ് ഡിസ്ക് ഒരു സർവീസുകാരൻ കൊണ്ടുപോയിട്ടില്ലേ, അയാളെ വിവരം അവിടുത്തെ സ്റ്റുഡിയോക്കാരൻ കൊടുക്കും. അപ്പൊ ഹീറോ ആ സ്റ്റുഡിയോക്കാരനോട് ഏതെങ്കിലും യങ് ലേഡി നിങ്ങളെ കാണാൻ വന്നിരുന്നോ എന്ന് ചോദിക്കുകയാണ്, പഴയ ഫോട്ടോസ് ചോദിച്ചിട്ട്. അപ്പൊ ആ സ്റ്റുഡിയോക്കാരന് സംശയമാവും, അതെ വന്നിരുന്നു, അതെങ്ങനെ നിങ്ങൾക്കറിയാം, നിങ്ങൾ ശരിക്കും ഈ കട വാങ്ങിക്കാൻ വന്നവരാണോ, എന്താണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് ചോദിക്കുക. ഇവരുടനെ അതും ഒരു കച്ചവടക്കാരിയാണ്, അതുകൊണ്ടാണ് അവരെ പറ്റി ചോദിച്ചത്, വേറൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങും. അത് കഴിയുമ്പോൾ വക്കീല് ചേച്ചി അവരെ ടീമിനെ വിളിച്ച് ഈ ഹാർഡ് ഡിസ്ക് കൊണ്ടുപോയ ആളെ തപ്പാൻ പറയുക. രണ്ടാമത് ആ പുസ്തകക്കടയില്ലേ, അവിടുത്തെ CCTV ഫുട്ടേജ് വക്കീലമ്മ തിരിച്ചു മറിച്ച് നോക്കും. ഈ നേരത്ത് ഹീറോയ്ക്ക് അവൻ നേരത്തെ വിളിച്ച കൂട്ടുകാരന്റെ ഫോൺ വരുന്നുണ്ട്. എന്നാൽ വക്കീലിനെ കാണിക്കാതെ അവൻ ആ കോള് കട്ട് ചെയ്ത് മാറ്റുകയാണ്. ഇപ്പൊ വക്കീൽ ലേഡി ഭാര്യ കാണാതാകുന്നതിന് മുന്നേ ആ ദിവസം എന്താണ് സംഭവിച്ചതെന്ന് ഹീറോയോട് ചോദിക്കുകയാണ്. ഹീറോ പറയും, ഏതോ ഒരു വലിയ ഹോട്ടലിൽ വിളിച്ച് 2 ടേബിൾ ഹീറോ ബുക്ക് ചെയ്തു, എന്നിട്ട് ഭാര്യനെ ചെന്ന് വിളിക്കുകയാണ്, ട്രാഫിക് വരുന്നതിന് മുന്നേ നമുക്ക് പുറപ്പെടാമെന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഭാര്യ പറഞ്ഞു, നിങ്ങൾ ആദ്യം പോകൂ, എനിക്കെന്തോ സുഖമില്ലാത്ത പോലെ, നിങ്ങൾ പോയി കഴിഞ്ഞ് കുറച്ച് സമയം കഴിയുമ്പോഴേക്കും ഞാൻ എത്തിക്കോളാം. ആ വാക്ക് കേട്ടിട്ട് ഹീറോ ആദ്യം ഹോട്ടലിലേക്ക് പോയി, അതായത് ഏതോ ഫാൻസി റെസ്റ്റോറൻറ്റിലേക്ക്. എന്നിട്ട് ഭാര്യയെ കാത്തിരിക്കുകയായിരുന്നു. ഇത് കേൾക്കുമ്പോൾ വക്കീലമ്മ ചോദിക്കും, അങ്ങനെ ഭാര്യ നിങ്ങൾ ആദ്യം പോകാൻ പറയണമെങ്കിൽ അതിലെന്തോ കുഴപ്പമുള്ളതായിട്ട് നിങ്ങൾക്ക് തോന്നിയില്ലെന്ന്. ഹീറോ പറയും, എനിക്കങ്ങനെ തോന്നിയിരുന്നു, പക്ഷേ ആനിവേഴ്സറി ആയതുകൊണ്ട്
എന്തെങ്കിലും സർപ്രൈസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടായിരിക്കും അവൾ ആ സമയം ചോദിച്ചതെന്നാണ് ഞാൻ വിചാരിച്ചത്. അങ്ങനെ ഹീറോ ആ റെസ്റ്റോറൻറ്റിൽ ചെന്ന് ഭാര്യയെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. കുറേ സമയമായിട്ടും ഒരു റെസ്പോൺസ് ഇല്ല. വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. സോ അവൻ തിരിച്ചു പോകാൻ വേണ്ടി എഴുന്നേക്കും. എന്നാൽ ആ സമയത്ത് ആ റെസ്റ്റോറൻറ്റിൽ ബിയർ കുടിക്കുന്ന കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട്. ഹീറോ എഴുന്നേക്കുന്ന കാണുമ്പം അവിടുത്തെ ആൾക്കാർ വിചാരിച്ചത് ഹീറോ ചാലഞ്ചിന് തയ്യാറായിന്നാ. സോ അവർ പിടിച്ച് ഹീറോയെ കൊണ്ട് ബിയർ കുടിപ്പിക്കുന്നു. ഈ ഒരുപാട് ബിയർ കുടിച്ച ഹീറോ വാള് വെച്ച് ബാത്റൂമിൽ തന്നെ സൈഡാവുകയാണ് കുറേ സമയം. അത് കഴിഞ്ഞ് എഴുന്നേറ്റ് ഭാര്യയെ വിളിച്ചു നോക്കും. അവൾ ഫോൺ എടുക്കുന്നില്ല. എങ്ങനെയൊക്കെയോ ബാത്റൂമിന്റെ വെളിയിലേക്ക് വരുമ്പം കുറേ നേരമായിട്ട് ബാത്റൂമിൽ പോകാൻ കാത്തിരുന്ന ഒരു ഇംഗ്ലീഷുകാരൻ വഴക്കുണ്ടാക്കുന്നുണ്ട്. അയാളെയും പിടിച്ചിടിച്ചിട്ട് ഹീറോ അവരെ ഹോട്ടൽ മുറിയിലേക്ക് തിരിച്ചോടി വരിക. അപ്പം അവിടെ ഭാര്യയെ കാണുന്നില്ല. ഹോട്ടൽ ജീവനക്കാരോടൊക്കെ ചോദിച്ചു നോക്കും. അവരും കണ്ടിട്ടില്ല. എന്തുകൊണ്ടാണ് അവള് അന്ന് തനിയെ ഹോട്ടലിൽ തന്നെ നിന്നെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. പക്ഷെ എനിക്ക് പേടിയുണ്ട് അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവുമോ എന്ന്. ഇതെല്ലാം കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ വക്കീല് ഹീറോയുടെ ഹോട്ടൽ മുറിയിലേക്ക് വന്ന് റൂമെല്ലാം പരിശോധിക്കും. അപ്പോൾ ഭാര്യയുടെ പെയിന്റിംഗ് എക്യുപ്മെന്റ്സ് എല്ലാം അവൾ ഈ മുറിയിൽ തന്നെ വെച്ചിട്ടാണ് പോയിരിക്കുന്നത്. ഇങ്ങനെ കുറെ നാളത്തേക്ക് വെളിയിലേക്ക് പോകുന്നവര് അവരുടെ ഹോബി ഐറ്റംസ് എടുക്കാതെ പോകില്ല. ഒരു ആർട്ടിസ്റ്റും അവരുടെ തേപ്പുകാരൻ്റെയും മട്ടക്കോലും വീട്ടിൽ തന്നെ വെച്ചിട്ട് പോവില്ല. സോ നിങ്ങളെ ഭാര്യയെ മറ്റാരെങ്കിലും കിഡ്നാപ്പ് ചെയ്തിരിക്കാനാണ് സാധ്യത. ഇത് കഴിഞ്ഞ് വക്കീൽ ലേഡി ആ പുസ്തകക്കടയിലെ CCTV ഫൂട്ടേജ് ഹീറോയ്ക്ക് കാണിച്ചു കൊടുക്കുക. വീണ്ടും വീണ്ടും കാണുമ്പോഴാണ് മനസ്സിലാവുന്നത് ആ ഫൂട്ടേജ് അവർ എഡിറ്റ് ചെയ്തിട്ടുണ്ട്. എഡിറ്റ് ചെയ്ത് ഇപ്പത്തെ ലേഡിയുടെ വീഡിയോ അതിനകത്ത് കയറ്റിയിരിക്കുകയാണ്. ഇതെല്ലാം കൂടെ കണക്കൂട്ടി വക്കീൽ ഒരു അസംഷൻ കണ്ടുപിടിക്കും. സംഭവം ഈ ഹോട്ടലിലെ മാനേജർ അയാളെ വേഷവിധാനങ്ങളും സാധനങ്ങളും ധരിച്ചിരിക്കുന്ന കണ്ണടയും എല്ലാം എക്സ്പെൻസീവ് ആണ്. ഒരു ഹോട്ടലിലെ സാധാരണ മാനേജർക്ക് ഇത്രയും വെൽത്തി ആയിട്ടിരിക്കാൻ കഴിയില്ല. അങ്ങനെ ഇരിക്കണമെങ്കിൽ ഇല്ലീഗലായിട്ട് പുള്ളിക്കാരന് പണം വരണം. നിങ്ങൾ രണ്ടുപേരും കാണാൻ വെൽത്തിയാണ്. ഈ ഹോട്ടലിലെ വലിയ മുറിയിലാണ് നിങ്ങൾ താമസിച്ചിട്ടുള്ളത്. കാര്യമായ ടിപ്പും എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മാനേജർ മനസ്സിലാക്കിയിട്ടുണ്ടാകും നിങ്ങൾക്ക് വലിയ സമ്പത്തുണ്ടാകുമെന്ന്. അതുപോലെ നിങ്ങൾ കഴിക്കുന്ന മരുന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് ഈ ന്യൂറോളജിക്കൽ കണ്ടീഷൻ ഉണ്ടെന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. സോ ഈ ഒരു സംഭവം വെച്ച് നിങ്ങളെ ട്രാപ്പ് ചെയ്യാമെന്ന് അവർ തീരുമാനിച്ചിട്ട് നിങ്ങളെ മദ്യത്തിൽ മയക്കുമരുന്ന് കലർത്തി നിങ്ങളെ കിടത്തി ഉറക്കി നിങ്ങളെ പേഴ്സണൽ ഡാറ്റയെല്ലാം അവർ കവർന്നിട്ടുണ്ടാവും, ഇൻക്ലൂഡിംഗ് മൊബൈൽ ഫോട്ടോസ് ആൻഡ് പാസ്പോർട്ട്. എന്നിട്ട് അവർ തന്നെ ഏർപ്പാടാക്കിയ ഡ്രാമ ലേഡി ആയിരിക്കും ഇപ്പം നിങ്ങളുടെ ഭാര്യയായിട്ട് അഭിനയിക്കുന്നത്. മറ്റേ കടക്കാരെയൊക്കെ കാശ് കൊടുത്ത് അവർ വിലയ്ക്ക് വാങ്ങിയിട്ടുണ്ടാവും ഫൂട്ടേജ് മാറ്റാൻ വേണ്ടി. എല്ലാം സെറ്റായപ്പം ആ പുതിയ പെണ്ണ് വന്ന് നിങ്ങളുടെ കൂടെ കിടന്നു. ഇതാണ് സംഭവിച്ചത്. വക്കീൽ ലേഡി അവരുടെ ഈ കണക്കൂട്ടൽ പറയുമ്പം ഹീറോ ചോദിക്കുകയാണ്, അങ്ങനെയാണെങ്കിൽ സ്റ്റാഫുകളോ? ഇപ്പൊ ഇവിടുത്തെ മാനേജർ അയാളുടെ ആൾക്കാരെ വെച്ച് എന്നെ പറ്റിച്ചെങ്കിൽ ഇവിടുത്തെ സ്റ്റാഫുകൾക്ക് എന്തുകൊണ്ട് എന്റെ ഭാര്യയെ കണ്ടപ്പോൾ മനസ്സിലായില്ല? അതിന് വക്കീൽ ലേഡി പറയാണ്, അതിനെയാണ് മണ്ടേല എഫക്റ്റ് എന്ന് പറയുക. ഇവിടുത്തെ സ്റ്റാഫുകൾ നേരത്തെ തന്നെ ആ ഭാര്യയായി അഭിനയിക്കുന്ന പെൺകുട്ടിയെ നിങ്ങളെ പുറകെ നടക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പൊ അവര് വിചാരിച്ചു ആ ലേഡിയാണ് നിങ്ങളെ ഭാര്യയെന്ന്. അങ്ങനെ ഒരു സിറ്റുവേഷൻ അവർ ഉണ്ടാക്കി കൊടുത്താണ്. ഒരുപക്ഷെ ഇവർ തന്നെയായിരിക്കും നിങ്ങളെ ഭാര്യയെ കടത്തി വെച്ചിട്ടുണ്ടാവുക. അതിലും നമുക്ക് ഉറപ്പില്ല. ഇങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം ആ പുതിയ ഭാര്യ അങ്ങോട്ട് വരുന്നുണ്ട്. ഉടനെ ഹീറോ വക്കീൽ ലേഡിയെ ഒരു മുറിയിൽ മാറിയിരിക്കാൻ പറഞ്ഞിട്ട് നിനക്ക് എന്താ വേണ്ടതെന്ന് ഈ പുതിയ ലേഡിയോട് ചോദിക്കുക. അപ്പം ലേഡി പറയും, ഇന്ന് രാത്രി ഞാൻ നല്ലൊരു റെസ്റ്റോറൻറ്റിൽ നമുക്ക് ടേബിൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. എല്ലാ കുഴപ്പങ്ങളും നമുക്ക് അവിടെ വെച്ച് പറഞ്ഞു തീർക്കാം. അതിനുവേണ്ടി നിങ്ങളെ വിളിക്കാമെന്നാണെന്ന് പറയും. ഇത് പറയുന്ന സമയത്ത് പുതിയ ഭാര്യ വേറെ ആരോ അവിടെ വന്ന് ഡ്രിങ്ക്സ് കുടിച്ചത് കാണുന്നുണ്ട്. ആരാ നിങ്ങളുടെ കൂടെ എല്ലാം ചോദിക്കുമ്പം ഈ വക്കീല് പുറത്തേക്ക് ഇറങ്ങി വരിക. എന്നിട്ട് അവർ പറയും, ഹലോ മാഡം, എൻ്റെ പേര് ചെൻഹെ, ഞാൻ നിങ്ങളെ ഭർത്താവിൻ്റെ പുതിയ ലോയറാണ്. അങ്ങേർക്ക് വേണ്ടി ഒരു പ്രത്യേക കേസ് അന്വേഷിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ഞങ്ങൾ അതിനെപ്പറ്റി സംസാരിക്കുകയായിരുന്നു. ഇത് കേട്ട ആ പുതിയ ഭാര്യ പറയാണ്, പ്രത്യേക കേസ് ബാത്റൂമിനുള്ളിലാണോ അന്വേഷിക്കുന്നത്? നിനക്ക് നാണമില്ലേന്ന്. അപ്പോൾ വക്കീൽ ലേഡി, ഈ നാട്ടിൽ ഒരുപാട് സർപ്രൈസുകളുണ്ട്, അതെവിടെയാണ് ഒളിച്ചിരിക്കണേന്ന് അറിയില്ല, നമുക്കതൊക്കെ കണ്ടുപിടിക്കണ്ടേ. എന്തായാലും നിങ്ങൾ രണ്ടുപേരും ആനന്ദിക്ക്, ഞാൻ പോയിട്ട് വരാമെന്നും പറഞ്ഞ് ഈ വക്കീൽ ലേഡി ഇറങ്ങിപ്പോകുന്നു. അപ്പോൾ ഹീറോ പുറകെ ഓടിച്ചെന്നിട്ട്, മേഡം നിങ്ങൾ എന്തിനാണ് അവളെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത്? അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല, നമുക്ക് അവളറിയാതെ അന്വേഷിക്കായിരുന്നില്ലേ? അപ്പോൾ ആ വക്കീല് പറയും, അവൾ അറിയേണ്ടത് നമ്മുടെ ആവശ്യമാണ്. എന്നാൽ മാത്രമേ സത്യങ്ങൾ മെല്ലെ അവളുടെ കയ്യിൽ നിന്ന് സ്ലിപ്പായി തുടങ്ങുള്ളൂ. എന്തായാലും നിങ്ങൾ ആ റെസ്റ്റോറൻറ്റിലേക്ക് പോയിക്കോളൂ. പുതിയ ഭാര്യയാണെങ്കിലും ഭാര്യയാണല്ലോ, അവൾ പറയുന്ന കാര്യങ്ങളെല്ലാം ഞാനും കൂടെ കേൾക്കണം. അതിനുവേണ്ടി ഈ മൈക്ക് ഉപയോഗിച്ചോളൂ എന്നും പറഞ്ഞിട്ട് വക്കീൽ ലേഡി ഹീറോയുടെ കയ്യിൽ ഒരു മൈക്കും വെച്ചു കൊടുക്കും. ഹീറോ വൈകുന്നേരം ഒരുങ്ങി ഈ പുതിയ ഭാര്യ വിളിച്ച സ്ഥലത്തേക്ക് പോവുകയാണ്. ചെവിയിൽ തന്നെ ഒളിച്ച് ഈ മൈക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ സുന്ദരിയായി അണിഞ്ഞൊരുങ്ങിയ ആ കോലം പെണ്ണ് പുതിയ ഭാര്യ ഹീറോയുടെ അടുത്തേക്ക് വരികയാണ്. വന്ന ഉടനെ ഹീറോ ചോദിക്കും, നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? എത്ര രൂപയാണ് നിങ്ങൾ എന്നിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്? അപ്പൊ ആ പുതിയ പെണ്ണ് ഇതൊന്നും അറിയാത്തതുപോലെ, നിങ്ങൾ എന്താ പറയണമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല, ആനിവേഴ്സറി ആയതുകൊണ്ട് നമ്മൾ ആഘോഷിക്കാൻ വേണ്ടി ഈ റെസ്റ്റോറൻറ്റിലേക്ക് വന്നതല്ലേ, എന്നിട്ട് ഇപ്പോഴും നിങ്ങൾക്ക് എന്നോട് ദേഷ്യമാണോ? അത് കേൾക്കുമ്പോൾ ഹീറോ, ഇനിയും നാടകം കളിച്ച് എത്ര സമയം മുന്നോട്ട് കൊണ്ടുപോകാനാണ് നിങ്ങളുടെ തീരുമാനം? അതിൻ്റെ ആവശ്യമില്ല.
എല്ലാത്തിനും ഒരു വിലയുണ്ട്. നിന്റെ വില എത്രയാണെന്ന് പറ, മേക്ക് എൻ ഓഫർ. എനിക്കത് കഴിയുന്നതാണെങ്കിൽ ഞാൻ സമ്മതിച്ചു തരാം. അപ്പോൾ ആ പുതിയ പെണ്ണ് ഹീറോ കൊടുക്കുന്ന ഭക്ഷണം കഴിക്കാതെ, എനിക്ക് സ്റ്റീക്ക് ഇഷ്ടമല്ല, സീ ഫുഡാണ് ഇഷ്ടം, അതും മെല്ലെ മെല്ലെ വേവിച്ച് മുഴുവൻ ചാറും വറ്റി കഴിയുമ്പം കഴിക്കുന്നതാണ് എനിക്കിഷ്ടം. ഈ കളിയിൽ ജയം എനിക്കാണെങ്കിൽ മുഴുവൻ സമ്മാനവും എൻ്റെ സ്വന്തമാണല്ലോ, പിന്നൊരു ഓഫറിൻ്റെ ആവശ്യമില്ല. അപ്പൊ ഹീറോ, ഈ കളിയിൽ നിനക്ക് ജയിക്കാൻ കഴിയില്ല, കാരണം എൻ്റെ കൂടെ എന്നെ സഹായിക്കാൻ ഒരു വക്കീലുണ്ട്, അവര് കൊണ്ടുവരും സത്യങ്ങളെല്ലാം പുറത്ത്. അപ്പൊ ആ പുതിയ ഭാര്യ പറയാണ്, എന്നെ സഹായിക്കാനും ഒരാളുണ്ട്, പക്ഷെ വക്കീലല്ല, മെന്റൽ ആശുപത്രിയിലെ ഡോക്ടർ. അങ്ങേര് പറഞ്ഞത് പാർട്ട്നേഴ്സിൽ ഒരാൾക്ക് മുഴുപ്രാന്ത് പിടിച്ചാൽ സ്വത്തുക്കളെല്ലാം മറ്റേ പങ്കാളിക്കാണത്രേ പോവുക, അവർക്കത് കൈകാര്യം ചെയ്യാൻ പറ്റും. നീ ഏകദേശം ഭ്രാന്തനാണെന്ന് ഞാൻ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു, ഇനി മുഴുപ്രാന്തനാവേണ്ട ആവശ്യമുള്ളൂ, എനിക്കെല്ലാം എളുപ്പമാവും. ഇത് കേൾക്കുമ്പോൾ വക്കീല് പറഞ്ഞു കൊടുക്കുകയാണ്, അവള് നിന്നോട് ബ്ലഫ് ചെയ്യുക, അത് വിശ്വസിക്കരുത്. നീ എന്തെങ്കിലും ഏടാകൂടം കാണിച്ചാൽ അത് അവൾക്ക് അനുയോജ്യമായേ വരൂ, അതുകൊണ്ട് അടങ്ങിയിരിക്കാൻ പറയാണ്. അപ്പൊ ഹീറോ കാമായിട്ട്, നിങ്ങൾക്ക് എത്രയാണ് വേണ്ടതെന്ന് പറയൂ, എന്നെ കൊണ്ടത് തരാൻ കഴിയും, എന്തിനാണ് വെറുതെ വിഷയം വഷളാക്കുന്നത്. അപ്പൊ ആ പെണ്ണ്, ഭ്രാന്താശുപത്രിയിൽ നിന്നെ ഒരു കുഞ്ഞിനെ പോലെ നോക്കാൻ ഞാൻ പ്രത്യേകം പറയുന്നുണ്ട്, അതുകൊണ്ട് പേടിക്കണ്ടെന്ന് പറയും. അപ്പൊ ഹീറോ ദേഷ്യപ്പെടുക, നീ വിചാരിക്കുന്നത് പോലെ ഞാൻ സാധാരണപ്പെട്ടവനല്ലടി, എനിക്ക് വേണമെങ്കിൽ നിന്നെ ഇവിടെ വെച്ച് കൊല്ലാൻ കഴിയും. അപ്പൊ അവള് ചിരിച്ചുകൊണ്ട്, എനിക്കും അതാണ് വേണ്ടത്, നീ എന്നെ കൊന്നുകളയും, അപ്പൊ ഞങ്ങൾക്ക് എല്ലാം എളുപ്പമായല്ലോ. ഇത് കേട്ടുടനെ ഹീറോ മടിയിലിരുന്ന ആ പെണ്ണിനെ നിലത്തേക്ക് വലിച്ചെറിയും. ഇതവിടെ ചുറ്റുമിരിക്കുന്ന ആൾക്കാരൊക്കെ കാണുന്നുണ്ട്. നിലത്ത് വീണ പെണ്ണ് അഭിനയിക്കുക, എന്നെ തല്ലല്ലേ, എന്നെ കൊല്ലല്ലേ, ഞാൻ നിങ്ങൾക്ക് എന്ത് ഉപദ്രവ ചെയ്ത്, എന്തിനാ എന്നെ എപ്പോഴും ദ്രോഹിക്കുന്ന. ഇത് കേൾക്കുമ്പോൾ ഹീറോയ്ക്ക് വീണ്ടും ദേഷ്യം വന്ന് അവളുടെ കഴുത്തിന് കുത്തിപ്പിടിക്കുക. ഉടനെ അവിടുത്തെ സ്റ്റാഫുമാരെല്ലാം ഓടി വന്ന് ഹീറോയെ പിടിച്ചു മാറ്റും. അവർ പോലീസിൽ ഏൽപ്പിക്കാൻ നിൽക്കുക. എന്നാൽ ഭാഗ്യത്തിന് നമ്മുടെ ലോയർ പെണ്ണ് അങ്ങോട്ട് ഓടി വന്ന് ഹീറോയെ രക്ഷപ്പെടുത്തി അവിടുന്ന് കൊണ്ടുപോവാണ്. എന്നിട്ട് അവനോട് പറയും, ഞാൻ നിന്നോട് അടങ്ങിയിരിക്കാൻ പറഞ്ഞാണ്, പക്ഷെ നീ അവൾ എന്താണോ ആഗ്രഹിച്ചത് അതുപോലെ തന്നെ പ്രവർത്തിച്ചു, ഇപ്പൊ അവളാണ് ജയിച്ചത്, അവൾക്ക് കാണിക്കാൻ കൂടുതൽ എവിഡൻസ് ആയി. അപ്പൊ ഹീറോ, അവളുടെ സംസാരം നമ്മൾ കേട്ടതല്ലേ, അത് നിങ്ങൾ റെക്കോർഡ് ചെയ്തോ? റെക്കോർഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്കൊരു എവിഡൻസ് ആയിട്ട് ഉപയോഗിക്കാമല്ലോ. അപ്പൊ ലോയർ പറയാണ്, ഇങ്ങനെയുള്ള വോയിസ് റെക്കോർഡ് മാത്രം എവിഡൻസ് ആയിട്ട് കൊടുക്കാൻ പറ്റില്ല, സോളിഡ് ആയിട്ടുള്ള എവിഡൻസും കൂടെ വേണം. ഇപ്പൊ നമുക്ക് റിയൽ ആയിട്ടുള്ള മുസി എവിടെയാണെന്ന് കണ്ടുപിടിക്കണം. അതാണ് ഒരു വഴിയായിട്ടുള്ളത്. നിങ്ങളുടെ ഭാര്യ ആദ്യമേ അവർക്ക് വേണ്ട പണം ചോദിക്കായിരുന്നു, എന്നാൽ ഇത്രയും സമയം എടുക്കുന്നത് അവർ ബ്ലഫ് ചെയ്യാം, അമൗണ്ട് കൂട്ടാൻ വേണ്ടി അവർ ബ്ലഫ് ചെയ്തുകൊണ്ടിരിക്കുക. ഒരുപക്ഷെ മുസി തിരിച്ചു വന്നാൽ ഇവർക്കത് കുഴപ്പമാണെന്ന് മനസ്സിലാക്കി അവൾ അപായപ്പെടുത്തുമോ എന്ന് വരെ എനിക്ക് പേടിയുണ്ട്. എന്തായാലും ഇന്ന് മുഴുവൻ നമ്മളെ ഫോളോ ചെയ്തിട്ട് ഒരാൾ കൂടെയുണ്ടെന്നും പറഞ്ഞ് ഇവരെ വണ്ടിക്ക് പിറകെ വരുന്ന കാറ് കാണിച്ചു കൊടുക്കും. ആരോ ഇവരെ ഫോളോ ചെയ്യുന്നുണ്ട്. മുസിയെ തേടാൻ എന്തായാലും ലോയർ അവളുടെ ആൾക്കാരെ വിട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഇന്ന് രാത്രി നമുക്ക് റെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞ് ഇവരേതോ ഹോട്ടലിൽ അന്ന് രാത്രി താമസിക്കുന്നു. ആ നേരം ഹീറോയുടെ പഴയ കൂട്ടുകാരനില്ലേ, അയാൾ വിളിക്കുന്നുണ്ട്. അപ്പോഴും ഹീറോ കോൾ എടുക്കുന്നില്ല. ഇത് ലോയർ കാണുന്നുണ്ട്, എന്നാലും അവളൊന്നും മിണ്ടില്ല. അന്ന് കിടന്നുറങ്ങി. പിറ്റേ ദിവസം രാവിലെ നമുക്കൊരിടം വരെ പോകാനുണ്ട്, ചില രഹസ്യങ്ങൾ ഇന്ന് വെളിച്ചത്ത് വരും, നിങ്ങൾ എന്റെ കൂടെ വായോ, വേഗത്തിൽ പോകുമ്പോൾ പേടിക്കണ്ടെന്നും പറഞ്ഞ് ഇവരെ കാറെടുത്ത് അതിവേഗത്തിൽ പാഞ്ഞു പോവാണ്. അപ്പൊ ഇന്നലെ ഇവരെ ഫോളോ ചെയ്തില്ലേ, ആ കാർ ഇന്നും ഇവരെ ഫോളോ ചെയ്തു പോകുന്നുണ്ട്. അവർ പോകുന്ന അതേ വേഗത്തിൽ. ഒരു ഗുണ്ടപ്പനാണ് കാർ ഓടിക്കുന്നത്. അവന്റെ കണ്ണിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഇവരൊരു പാർക്കിലേക്ക് വണ്ടി ഓടിച്ചു കയറ്റുന്നു. എന്നിട്ട് അവിടെ ഒളിച്ചിരുന്ന് ഇവന്റെ കണ്ണിപ്പെടാതെ മറ്റൊരു വാഹനത്തിൽ ഈ ഗുണ്ടപ്പനെ ഇവര് തിരികെ ഫോളോ ചെയ്ത് പോവാ. അപ്പൊ അയാള് ഒരു പൊട്ടിപ്പൊളിഞ്ഞ കെട്ടിടത്തിനകത്തേക്ക് പോകുന്നുണ്ട്. കുറച്ചു കഴിഞ്ഞ് അയാൾ തിരിച്ചിറങ്ങിപ്പോവും. ഇയാൾ പോയി കഴിയുമ്പം ഇവർ ആ കെട്ടിടത്തിനുള്ളിലേക്ക് വരികയാണ്. അപ്പൊ അവിടെ ഹീറോയെ പറ്റിയും ഹീറോയുടെ ഭാര്യയെ പറ്റിയുള്ള എല്ലാ എവിഡൻസും ആ വില്ലന്മാര് കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവരെ മുഴുവൻ ഡീറ്റെയിൽസ് അവിടെ ഉണ്ടാവും. ആരോ പ്ലാൻ ചെയ്ത് ഇവരെ ട്രാപ്പിലാക്കിയതാണ്. ഹീറോ ആ എവിഡൻസ് എല്ലാം തപ്പിയെടുത്തുകൊണ്ടിരിക്കുക. അവിടുത്തെ ഒരു ബോർഡിൽ ഹീറോന്റെ യഥാർത്ഥ ഭാര്യയുടെ ഫോട്ടോ ഉണ്ടാവും. അതിലെ വിവരങ്ങളെല്ലാം നമ്മുടെ വക്കീല് നോക്കി മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന സമയം ആരോ ഈ കെട്ടിടത്തിനകത്തേക്ക് വരുന്നുണ്ട്. ഇവരിത് മനസ്സിലാക്കി ഒരു ഭാഗത്ത് ഒളിച്ചിരിക്കാൻ നോക്കും. ആ വില്ലൻ ഗുണ്ടപ്പനാണത്. അയാൾക്ക് മനസ്സിലായി അവർ ഈ കെട്ടിടത്തിനകത്തുണ്ടെന്ന്. അയാൾ തോക്കുമായി ഇവരെ പിന്തുടർന്ന് വരിക. ഇവരയാളെ ഇന്ന് ഓടി രക്ഷപ്പെട്ട് ഒരു ടവർ ഹൗസിന്റെ അടിയിലേക്ക് വരും. അപ്പൊ ഹീറോ നമുക്കുടനെ പോലീസിനെ വിളിച്ച് ആ എവിഡൻസ് കാണിച്ചു കൊടുക്കാന്ന് പറയാണ്. ഇവർക്ക് എവിഡൻസ് അവിടെ നിന്ന് എടുക്കാൻ പറ്റിയില്ല. അപ്പോഴേക്കും ആ ഗുണ്ടപ്പൻ അങ്ങോട്ട് വന്നു. എന്നാൽ ലോയർ പറയും, നമ്മൾ അവിടെ ചെന്നത് അവര് മനസ്സിലാക്കിയ സ്ഥിതിക്ക് ആ എവിഡൻസ് എല്ലാം അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ടാവും. എന്നാൽ എനിക്ക് നിങ്ങളോടൊരു കാര്യം ചോദിക്കാനുണ്ട് ഫേയ്, നിങ്ങൾ എന്തോ എന്നിൽ നിന്നും മറയ്ക്കുന്നുണ്ട്. ആരാണ് കെയുടെ കോൾ എന്തുകൊണ്ട് നിങ്ങൾ എടുക്കുന്നില്ല? മാത്രമല്ല ഈ വില്ലന്മാരുടെ കയ്യിൽ നിങ്ങൾ ചീട്ട് കളിക്കുന്ന ഒരു ഫോട്ടോ ഉണ്ട്. നിങ്ങളൊരു ഗാംബ്ലറാണ്, ചൂതാട്ടക്കാരനാണ്. ആ കാര്യമൊന്നും എന്നോട് പറഞ്ഞിട്ടില്ല. ഈ ചൂതാട്ടം കൊണ്ടാണോ നിങ്ങളെ ഭാര്യ നിങ്ങൾ ഇട്ടിട്ട് പോയത്? സത്യം പറയൂ. അതിനാലാണോ നിങ്ങൾ വഴക്കൂടി പിരിഞ്ഞത്? ഇത് കേൾക്കുമ്പോൾ ഹീറോ, എന്റെ ഭാര്യ ഒരിക്കലും ഒരു കാരണവശാലും എന്നെ വിട്ടിട്ട് പോവില്ല. അവൾക്ക് എന്നെ ഒരുപാട് ഇഷ്ടമാണ്. ഞാൻ പറയുന്നതാണ് സത്യം. ഈ വിഷയവും അവളുടെ തിരോധാനവുമായി ഒരു ബന്ധവുമില്ല. അപ്പൊ വക്കീല് നിങ്ങളെ ഭാര്യയുടെ റിട്ടേൺ ടിക്കറ്റ് അവർ ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. അതെന്തുകൊണ്ടാണ് സംഭവിച്ചത്? മാത്രമല്ല ഭാര്യ നിങ്ങളെ വിട്ട് പോയി കഴിഞ്ഞ് അവർ അക്കൗണ്ടിൽ നിന്നും വലിയ പണം പിൻവലിക്കപ്പെട്ടിട്ടുണ്ട്. അതെന്തുകൊണ്ട് സംഭവിച്ചു? നിങ്ങൾ എന്തോ എന്നിൽ നിന്നും മറയ്ക്കുന്നുണ്ട്. എന്തിനോ നിങ്ങൾ ഭയപ്പെടുന്നു. സത്യം പറയൂ, എന്തുകൊണ്ടാണ് അവര് നിങ്ങളെ വിട്ടു പോയത്?